എല്ലാ മലയാളി പ്രേക്ഷകർക്കും സ്വിസ് എഡ്ടെക് അശ്വമേധത്തിലേക്ക് സ്വാഗതം. എന്നും നമ്മളോടൊപ്പം കൂട്ടായി നിൽക്കുന്ന നമ്മുടെ ജൂറിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജോ ആന്റണി, നമസ്കാരം സർ. നമസ്കാരം. അശ്വമേധത്തിന്റെ പടനായകൻ, അശ്വമേധത്തിന്റെ സ്വന്തം ഗ്രാൻഡ് മാസ്റ്റർ ഡോക്ടർ GS പ്രദീപ്. കീഴടക്കൽ ഒരു കലയാണ്, ഒരു സാഹസവും. എന്നാൽ ഈ ലോകത്തിൽ ഒരാൾക്ക് കീഴടക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് ആരെയാണ് എന്ന ചോദ്യത്തിന് അവനവനെ തന്നെ എന്നതത്രേ ഏറ്റവും മികച്ച ഉത്തരം. അവനവനെ കീഴടക്കാൻ കഴിഞ്ഞവരാണ് ആത്മജ്ഞാനികളായി മാറിയത്. ലോകത്തിലെ ആധ്യാത്മികതയുടെ ആത്മീയ വെളിച്ചത്തിൻ്റെ അന്തസത്ത അന്വേഷിച്ചവരൊക്കെ ആദ്യം കീഴടക്കിയത് അവനവനെ തന്നെ. സ്വാഗതം. സ്വിസ് എഡ്ടെക് അശ്വമേധം. ഈ ദിവസം ഈ വേദിയിലേക്ക് വരുന്നത് ആദരണീയനായ ഒരു ആധ്യാത്മിക വ്യക്തിത്വമാണ്. 20ഓളം പുസ്തകങ്ങൾ എഴുതിയ, സെക്കുലർ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റും ഗോൾഡ് മെഡലും സ്വന്തമാക്കിയ, ഓർത്തഡോക്സ് സഭയിലെ ഏറ്റവും മികച്ച പ്രസംഗകരിൽ ഒരാളായിരുന്ന, അനാഥാലയങ്ങളും മറ്റ് അത്തരത്തിലുള്ള ആശ്രയ കേന്ദ്രങ്ങളും തൻ്റെ സാരഥ്യത്തിന് കീഴിൽ പ്രവർത്തിപ്പിക്കുന്ന പണ്ഡിതനായ പ്രഭാഷകനായ ഒരു എഴുത്തുകാരൻ, ഒരു പുരോഹിതൻ, റവറൻഡ് ഡോക്ടർ TP ഏലിയാസ് അച്ഛൻ. പ്ലീസ് വാക്ക് ഇൻ. നമസ്കാരം അച്ചോ. നമസ്കാരം. പിന്നെ സുഖം അച്ചോ? സുഖം. അച്ഛൻ താമസിക്കുന്നത് കോട്ടയത്ത് അല്ല, മുളന്തുരുത്തി, എറണാകുളം ജില്ലയിൽ മുളന്തുരുത്തിയിൽ. വലിയൊരു പ്രസംഗകനായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം പ്രസംഗിക്കാറുണ്ട്. ചെറിയ പ്രഭാഷണം. ശാരീരിക അവശതകൾ വലുതായിട്ടുണ്ടോ? 80 വയസ്സുണ്ട്. എത്ര? 80 എന്ന് പറയുന്നത് ഒരു സംഖ്യ മാത്രമല്ലേ അച്ചോ? യു ആർ നോട്ട് 80 years old, യു ആർ 80 years young. അശ്വമേധം കാണാറുണ്ടായിരുന്നു? എന്നും കാണാറുണ്ട്, ആരംഭം മുതൽ. ഇപ്പോഴും കാണാറുണ്ട്. അന്ന് ആരംഭത്തിൽ കാണുമ്പോൾ ഡോക്ടർ പ്രദീപ് എനിക്കൊരു ശത്രുവായിരുന്നു. കാരണം ആർക്കും സമ്മാനം കൊടുക്കുന്നില്ല. എനിക്ക് വലിയ വേദന ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ആരാധനാഭാവമാണ് സഹോദരനോട്. സഹോദരൻ എന്ന് വിളിക്കുമ്പോഴേക്കും വൈജ്ഞാനിക ലോകത്തിലെ സഹോദരം ഉള്ളവൻ എന്നുള്ളത്. അപ്പോൾ വരുമ്പോഴേക്കും ആരും ജയിക്കരുത്, യാഗത്തിലും ജയിക്കരുത്, യജ്ഞത്തിലും ജയിക്കരുത്, തോറ്റു തുന്നം പാടി ഇറങ്ങിപ്പോകുമ്പോഴാണ് ഈശ്വരനാമം പൂജിതമാകുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഞങ്ങളെ ഇതിൽ പറയുന്നല്ലോ, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. ഫിയർ ഓഫ് ഗോഡ് ജ്ഞാനത്തിൻ്റെ ആരംഭമാണല്ലോ. അപ്പോൾ നിങ്ങളെയൊക്കെ ഞങ്ങൾ വൈജ്ഞാനികന്മാരെന്നല്ല പറയുന്നത്, ഈശ്വര സാദൃശ്യമുള്ളവരെന്ന് ഞങ്ങൾ പറയും. ഏത് രൂപത്തിൽ ഏത് പേരിൽ വിളിച്ചാലും പ്രപഞ്ചത്തിലെ ഏറ്റവും സർഗാത്മകവും സത്യബോധവും ഉള്ളതുമായ ശക്തിക്കാണല്ലോ അല്ലേ നമ്മൾ ഈശ്വര ചൈതന്യം എന്ന് പേരിടുന്നത്. മാത്രം അതിന് പല പേരുകളുണ്ട് എന്നുള്ളതിനോട് മാത്രമാണ് ഇതെല്ലാം ചേർന്നത് ഒന്നു മാത്രമാണ് എന്നുള്ളതാണ് അല്ലേ കാഴ്ചപ്പാട് ഉള്ളത്. പ്രീച്ച് വാട്ട് യു പ്രാക്ടീസ്, അല്ലെങ്കിൽ പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നതിനെ ജീവിത തത്വമാക്കിയിരിക്കുന്ന ആദരണീയ വൈദികന്മാരോടുള്ള എല്ലാ ആദരവും രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. ഒപ്പം സമൂഹത്തിലെ എല്ലാ മനുഷ്യർക്കും, അത് പുരോഹിതന്മാരിലാകട്ടെ, ഉദ്യോഗസ്ഥരിലാകട്ടെ, പൊതുജന പ്രവർത്തകരിലാകട്ടെ, എല്ലാവരിലും അതാകണം ആദ്യ പാഠം എന്നും വിനയത്തോടെ ഓർമ്മിപ്പിക്കുന്നു അല്ലേ? അല്ലേ സാർ? പറയുന്നത് പ്രവർത്തിക്കാൻ കഴിയുന്നത് മാത്രം പറയാനും കഴിയുന്നതാകണം ഒരു സമൂഹത്തിൻ്റെ, ഉത്കൃഷ്ടമായൊരു സമൂഹത്തിൻ്റെ നിർവചനം. വളരെ സന്തോഷം അച്ചോ, ഞങ്ങളുടെ അതിഥിയായി ഈ ദിവസം അങ്ങ് എത്തിച്ചേർന്നതിൽ. അശ്വമേധത്തിനോട് അങ്ങ് കാണിക്കുന്ന കരുതലിന്, ഇഷ്ടത്തിന് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ സെഗ്മെൻറ്റ് ഒരു ചെറിയൊരു കടമ്പയുണ്ട്, പക്ഷേ അച്ഛനത് വലിയ കടമ്പയല്ല. അയ്യോ, അങ്ങനെ പറയരുത്. അല്ല, എനിക്കറിയാം അച്ഛന് കടമ്പയല്ലെന്ന്. അയ്യോ, നമുക്ക് നോക്കാം അച്ചോ. അങ്ങാണ് ഇക്കുറി ഗ്രാൻഡ് മാസ്റ്റർ. ആദരണീയനായ റവറൻഡ് ഡോക്ടർ TP ഏലിയാസിനോടൊപ്പം അശ്വമേധത്തിൻ്റെ ഈ ദിവസത്തെ ആദ്യ സെഗ്മെൻറ്റിലേക്ക് പ്രവേശിക്കാം. ലെറ്റ്സ് പ്ലേ ബി ദ ഗ്രാൻഡ് മാസ്റ്റർ. അച്ഛൻ കണ്ടെത്തേണ്ടത് ഒരു വ്യക്തിയെ തന്നെയാണ്.
ആ വ്യക്തിയെ കണ്ടെത്തുവാനുള്ള ആദ്യത്തെ സൂചന. അച്ഛോ, ഇത് നിക്കോള ടെസ്ലയാണ്. ടെസ്ല ഒരു മഹാനായ ശാസ്ത്രജ്ഞനാണ്. അതെ അതെ. പക്ഷെ ടെസ്ല തൻ്റെ ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചപ്പോൾ അതിന് ഞാൻ ഈ വ്യക്തിയുടെ ചില ആത്മീയ ജ്ഞാന വചസ്സുകളുമായി, യുക്തിഭദ്രമായ ചില ആത്മജ്ഞാന ചിന്തകളുമായി കടപ്പെട്ടിരിക്കുന്നു എന്ന് നിക്കോള ടെസ്ല അഭിപ്രായപ്പെട്ടു. ഒരു ആത്മീയ വ്യക്തിത്വമാണപ്പോൾ. അതെ അതെ. അടുത്തതിലേക്ക് പോവാച്ചോ. പവേഴ്സ് ഓഫ് ദ മൈൻഡ്, വർക്ക് ആൻഡ് ഇറ്റ്സ് സീക്രട്ട്. അടുത്ത സൂചനയിലേക്ക് പോട്ടെ. അതിലെന്തായാലും അച്ഛന് കണ്ടുപിടിക്കാൻ പറ്റും. അച്ഛൻ കണ്ടെത്തേണ്ട ആളിൻ്റെ പേര്, ആളിൻ്റെ മാതാപിതാക്കളുടെ പേര് വിശ്വനാഥ് എന്നും ഭുവനേശ്വരി ദേവി എന്നുമാണ്. അച്ഛൻ കണ്ടെത്തേണ്ട ആളിൻ്റെ ശരിയായ പേര് ആരംഭിക്കുന്നത് എൻ എന്ന അക്ഷരത്തിലാണ്. സ്വാമി വിവേകാനന്ദൻ ആണോ? നരേന്ദ്രൻ ആണച്ചോ? അതെ. വിശ്വനാഥിൻ്റെയും ഭുവനേശ്വരി ദേവിയുടെയും മകനായി കൽക്കത്തയിൽ ബംഗാളിൽ ജനിച്ച നരേന്ദ്രനാഥ ദത്ത സ്വാമി വിവേകാനന്ദൻ. ശരിയായ ഉത്തരമാണച്ചോ? ശരിയായ ഉത്തരമാണ്. 50,000 രൂപയ്ക്ക് വേണ്ടി അശ്വമേധത്തിൽ ഏർപ്പെടാൻ അച്ഛൻ അവസരം ലഭിക്കും. 80 വയസ്സായി എന്നൊക്കെ പറഞ്ഞെങ്കിലും എല്ലാവരും 5ാമത്തെ സൂചനയിലൊക്കെയാണ് കഷ്ടിച്ച് ഉത്തരത്തിലേക്ക് എത്തുന്നത്. അച്ഛൻ 3ാമത്തെ സൂചനയിൽ ഉത്തരം പറഞ്ഞു. അനീഷ വരൂ. കുടുംബം? എൻ്റെ വൈഫ് ഒരു ഇൻ്റർപ്രണർ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റും. ഒരു അണ്ടർ ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പോൾ വൈഫ് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ, അക്ഷയ സെൻറ്റർ, പിന്നെ അങ്ങനെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതായ 5 പേർക്ക് ജോലി കൊടുക്കുന്നതായ ഒരു പ്രവർത്തകയാണ്. മക്കൾ 2 പേര്. ഒരാൾ ലിൻസ്, ഇളയവനാണ്. മകള് കുടുംബവും ബിസിനസ്സുകാരാണ്. ഒരു നോർത്ത് ഇന്ത്യയിലാണ്. അവർക്ക് 2 അച്ഛൻ്റെ മകൻ ലിൻസ് അയനാടൻ. അദ്ദേഹം യുണൈറ്റഡ് കിങ്ഡത്തിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന മലയാളി മാധ്യമപ്രവർത്തകരാണ്. റേഡിയോ ലൈവ് വാർത്തകൾ കേൾക്കാം, ഒരു മുഴങ്ങുന്ന ശബ്ദം, ലിൻസ് അയനാടൻ എന്നൊക്കെ പറഞ്ഞു. ഇപ്പം അവൻ്റെ പേരിലാണ് ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആണ് ഇംഗ്ലണ്ടിൽ അവിടെ മതി, ഇവിടെ അത് വേണ്ട, ഇവിടെ അച്ഛൻ്റെ പേരിൽ അറിഞ്ഞാൽ മതി. ശരി അച്ഛോ, ഓക്കെ, ആരംഭിച്ചാലോ? പിന്നെ ഇപ്പം അച്ഛൻ എന്നോട് പറഞ്ഞു, പണ്ടൊക്കെ ഞാൻ ആളുകളെ തോൽപ്പിക്കുമ്പോൾ അച്ഛന് ദേഷ്യം ഉണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന ഇപ്പോൾ ഇത്രയും കാലം ആയപ്പോൾ ഒരു ആരാധനാഭാവം അല്ല. അതുകൊണ്ടല്ല, അച്ഛന് എല്ലാവരുടെയും മനസ്സിലുള്ളത് കണ്ടുപിടിക്കണമെന്നാണ് അച്ഛന് ഇഷ്ടമെന്നാണ് അച്ഛൻ. ഇപ്പോഴും ഞാനിത് എനിക്ക് തോന്നുന്നത് ഈ യാഗം കഴിയുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിച്ചിരിക്കും. ഞാൻ കണ്ടുപിടിക്കുന്നതാണോ അച്ഛന് ഇഷ്ടം? അത് പിന്നെ എനിക്ക് കണ്ടുപിടിക്കണം. ആണോ? കണ്ടുപിടിക്കണം, പിന്നെ ഷുവർ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഉദ്ദേശമുണ്ടല്ലോ, അത് സാക്ഷാത്കരിക്കില്ല. ഈ യാഗത്തിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞിരിക്കണം, എങ്കിൽ ഞാൻ വിജയിച്ചു. നോക്കാം. ഓക്കെ, അതെന്താണ് അങ്ങനെ ഒരു സാധനം? നോക്കാം. ഓക്കെ, ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. മലയാളി. യെസ്. ജീവിച്ചിരിപ്പുണ്ടോ വെച്ചോ? ഇല്ല. 1950 ശേഷം മരണം? അതെ. 2000 ശേഷം മരണം? അല്ല. പുരുഷൻ സാധാരണഗതിയിൽ തന്നെയാണ് മരിച്ചത്? അതെ. മതപരമാത്മീയം? അതെ. ആണ്? അതെ. അച്ഛൻ്റെ മുഖത്ത് ചിരിയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലൊരു കാര്യം തോന്നുന്നതുകൊണ്ട് ചോദിക്കുക. അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ അദ്ദേഹത്തിൻ്റെ പേരോട് ചേർത്ത് വളരെ പ്രശസ്തമായ, അല്ലെങ്കിൽ പേരിനോടൊപ്പമുള്ള സ്ഥലപ്പേരോടോ വീട്ടുപേരോടോ ചേർത്ത് പ്രശസ്തമായ ഫലിതങ്ങൾ ഉണ്ടായിരുന്നോ? ഇല്ല. ആൻ്റണി പടിയറ അച്ഛൻ്റെ ചിരി കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് പടിയറ ഫലിതങ്ങൾ എന്നുള്ള ഓർമ്മ വന്നപ്പോഴാണ്. അല്ല. 50-നും 2000-നും ഇടയിൽ മരിച്ച മലയാളിയായ ആധ്യാത്മിക, ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം, ക്രൈസ്തവ ആധ്യാത്മികതയാണ്? ആണ്.
അദ്ദേഹം ഒരു ഗ്രന്ഥകാരൻ. യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. പ്രഭാഷകനായിരുന്നു. യെസ്. ആധ്യാത്മികതയിലും പുരോഗമന സ്വഭാവം അദ്ദേഹത്തിൻ്റെ ചിന്തകളിൽ നിലനിർത്തിയിരുന്നു. ഷുവർ ഷുവർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ സംഭാവന ശ്രദ്ധേയമാണോ? അതെ. വച്ചനെ ഞാൻ കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് ഇഷ്ടം. അതെ അതെ അതെ. അതുകൊണ്ടാണ് അങ്ങനെ വിചാരിച്ചത്. അതെ അതെ. ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ ഏതെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ? ഷുവർ ഷുവർ. അപ്പം പിന്നെ 15ാമത്തെ ചോദ്യം വ്യക്തിപരമായി ചോദിക്കാം. താങ്കൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിയോടൊപ്പം അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നാൽ 16ാമത്തെ ചോദ്യം, പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അറിയണമല്ലോ. അങ്ങ് മനസ്സിൽ വിചാരിച്ച വ്യക്തി ജപ്പാനിൽ പോയിട്ടുണ്ടോ? പിന്നെ അദ്ദേഹത്തിൻ്റെ ജപ്പാൻ സന്ദർശനം കഴിഞ്ഞിട്ട് അദ്ദേഹം തിരുവനന്തപുരത്ത് ആദ്യം നടത്തിയ പ്രസംഗം തിരുവനന്തപുരത്തെ SMV സ്കൂളിലാണ്. അപ്പോൾ അന്ന് ഞാൻ SMV സ്കൂളിൽ 7ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുകയാണ്. 7ല്ല, ആ പ്രായ 6-7 പഠിക്കുകയാണ്. അന്ന് അദ്ദേഹം വന്ന് പറഞ്ഞതാണ്, സ്ലീപ്പ് 5 hours ആൻഡ് ലൂസ്, സ്ലീപ്പ് 4 hours ആൻഡ് വിൻ എന്നതാണ് അവിടെയൊക്കെ. നമ്മളാണെങ്കിൽ കൂടുതൽ ഉറങ്ങുകയാണ് എന്ന് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ സ്കൂളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. ആക്സെന്റ് ശരിയായി. എന്താണ് അദ്ദേഹത്തിൻ്റെ ആക്സെൻറ്റും ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഉച്ചാരണ രീതി. സ്ലീപ്പ് 5 എന്നാണ് പറയുന്നത്. അച്ഛൻ മനസ്സിൽ വിചാരിച്ചത്, അതുകൊണ്ട് തന്നെ ആദരണീയനായ, അത് വേണ്ട നമുക്ക് റീകൺഫേം ചെയ്തേക്കാം. അച്ഛോ ഓർത്തഡോക്സ് സഭയുടെ ആദരണീയനായ ബിഷപ്പായിരുന്നു അച്ഛോ അങ്ങ് മനസ്സിൽ വിചാരിച്ച ആൾ? അതെ അതെ അതെ. താങ്കൾ വിചാരിച്ചത് സാക്ഷാൽ പൗലോസ് മാർ ഗ്രിഗോറിയസ് തിരുമേനിയെ തന്നെയാണോ അച്ഛോ? അതെ. അത് നല്ലൊരു തിരഞ്ഞെടുപ്പാണ് അച്ഛോ. ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ് ഡൽഹി ഭദ്രാസനങ്ങളിലെ പ്രഥമ മെത്രാപ്പൊലിത്തയായിരുന്നു. തത്വചിന്തകൻ, പണ്ഡിതൻ, ദൈവശാസ്ത്രജ്ഞൻ, വാഗ്മി, അധ്യാപകൻ, പ്രബോധകൻ, വാസ്തുശില്പി, എഴുത്തുകാരൻ, ഭാഷാ പണ്ഡിതൻ, സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രസിദ്ധൻ. സംഗീതം, കല, ന്യൂക്ലിയർ ഫിസിക്സ്, ജനിതകശാസ്ത്രം, വൈദ്യശാസ്ത്രം, സ്പോർട്സ്, പോളിസ്റ്റിക്സ്, ഹീലിംഗ് തുടങ്ങിയ മേഖലകളിൽ അതീവ തൽപരനായിരുന്ന ഒരു പോളിമാത്ത് കൂടിയാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ്. വിദേശത്തു നിന്നും പഠനം പൂർത്തിയാക്കി ഇന്ത്യയിൽ തിരിച്ചെത്തി അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയ വൈദികനാണ് അദ്ദേഹം. ഒരു മതനേതാവ് എന്നതിലുപരി സാമൂഹിക പരിഷ്കർത്താവ് എന്ന നിലയിൽ ജാതിഭേദമന്യേ എല്ലാവരാലും ആരാധിക്കപ്പെടുന്ന വ്യക്തിത്വത്തിനുടമയാണ് ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയസ്. അച്ഛൻ അദ്ദേഹത്തിൻ്റെ ഗ്രിഗോറിയസ് തിരുമേനിയോട് ഉണ്ടായിരുന്നില്ലേ? അദ്ദേഹം എൻ്റെ ഗുരുവായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഞാൻ സെക്രട്ടറി ആയി. അതെ അതെ. സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ജീവകാരുണ്യ മേഖലയ്ക്ക് അദ്ദേഹത്തിൻ്റെ പുറകെ നിൽക്കുന്നതായ ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ മുളന്തിരുത്തിക്കടുത്ത് ഒരു തലക്കോട് ബോയ്സും ഉണ്ടായിരുന്നു. 130 ബോയ്സ്. അതല്ലേ ഇപ്പം അച്ഛൻ അതെ സാരഥ്യം വഹിക്കുന്നത്? അതെ അതെ. അവിടെ വരുമ്പോഴേക്കും ആ കുഞ്ഞുങ്ങളെല്ലാം ഒന്നുകിൽ ഡെസ്റ്റിറ്റ്യൂട്ട്സ്, ഓർഫൻസ്, സെമി ഓർഫൻസ് ഇതുണ്ടാവും. പക്ഷേ അവർ പലരും വളർന്ന് ഈ സ്വദേശത്തും വിദേശത്തും അവർ നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നവർ. അവിടെ പഠിച്ച ഒരു പയ്യനുണ്ട്, ഈ കോട്ടയം പള്ളിക്കത്തോടുകാരൻ, ഒരു ഗീതാകൃഷ്ണൻ എന്ന് പറയുമ്പോഴേക്കും മിടുക്കനായിരുന്നു. അവന് 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴേക്കും അവൻ എന്നോട് പറഞ്ഞു, അച്ഛാ എനിക്ക് പഠിക്കണം. അപ്പോൾ തന്നെ ഞങ്ങൾക്ക് അന്ന് +2 ഇല്ലായിരുന്നു. അപ്പോൾ അവനെ ഞങ്ങൾ പഠിക്കാനായിട്ട് വിട്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഫ്രണ്ട്സ് ധാരാളമുണ്ട് സ്വദേശത്തും വിദേശത്തും. അവരോടും പറഞ്ഞാൽ മതി ഇങ്ങനെ ഒരു പയ്യൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നു, അവന് ചിലവ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം ഫ്രണ്ട്സ് വരും. അപ്പോൾ അവൻ്റെ ഗ്രാജുവേഷൻ ചെയ്തു. ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു എനിക്ക് പഠിക്കണമെന്നു. എഞ്ചിനീയറിംഗ് MA കോതംകുളത്ത് വിട്ടു, മാനത്തനശ്ശേരി. അവനവിടെ പോയി, മിടുക്കനാണ്. അപ്പോഴേ അവൻ പിന്നെ അവസാനം അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അവന് എറണാകുളത്ത് ജോലി ചെയ്യുമ്പോൾ ഞാൻ കോട്ടയത്ത് സെമിനാരിയിൽ നിന്ന്
ഞാൻ ട്രെയിനിൽ കയറും. ട്രെയിനിൽ കയറിയുമ്പോഴേക്കും എനിക്ക് ഒരു ബലഹീനത ഉണ്ട്, കയറുമ്പോൾ തന്നെ എന്നെ ഉറങ്ങും. അപ്പോൾ അവൻ വന്ന് എൻ്റെ അടുക്കയിരിക്കും. ഇറങ്ങേണ്ട സ്റ്റേഷൻ മുളന്തുരുത്തിയാണ്. കാഞ്ഞാനൂർ കഴിയും, അച്ഛാ മുളന്തുരുത്തിയാവാൻ പോവുക എന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ പറയും. ഈ ഗീതാകൃഷ്ണൻ ഹൈന്ദവ പയ്യനാണ്, പക്ഷേ അവൻ്റെ മുമ്പിൽ പലപ്പോഴും അവൻ നമിച്ചിട്ടുണ്ട് അവൻ്റെ പെരുമാറ്റങ്ങൾ. എനിക്കേറെ പ്രിയപ്പെട്ട പുരോഹിതന്മാരാണ്. അത് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയാകട്ടെ, പൗലോസ് മാർ പൗലോസ് തിരുമേനിയാകട്ടെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളും വളരെ ഇഷ്ടമാണ്. പിന്നെ സാക്ഷാൽ നമ്മുടെ ക്രിസോസ്റ്റം തിരുമേനിയോടും വല്ലാത്തൊരു ഇഷ്ടമുണ്ട്. ഗീവറിസ് മാർ ഒസ്താത്യോസ് തിരുമേനിയെ കുറിച്ച് കണ്ടോ? എം.വി. ജോർജൻ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അറിയാം എന്നുള്ളതല്ലാതെ, അശ്വമേധത്തിൽ വിചാരിച്ചാൽ കണ്ടുപിടിക്കാം എന്നുള്ളതല്ലാതെ വ്യക്തിപരമായി കേൾക്കാൻ, നേരിട്ട് കേൾക്കാനൊന്നും അവസരം കിട്ടിയിട്ടില്ല എനിക്ക്. അച്ഛാ, നമ്മുടെ ഒരു എന്താ പറയുക, അനാഥം എന്ന വാക്ക് ശരിയല്ല, ഒരു സനാഥ കേന്ദ്രം നടത്തുന്നുണ്ടല്ലോ ഒരുപാട് പേർക്ക് വേണ്ടി, അല്ലേ? ആ സ്ഥാപനത്തെ കുറിച്ചൊന്ന് പറയാം. ഈ 1960കളിൽ സമൂഹത്തിൽ പ്രയാസം, ദുഃഖം, ദാരിദ്ര്യം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു പുണ്യാത്മാവ് ആരംഭിച്ചൊരു സ്ഥാപനമാണ് ബോയ്സ് ഹോം. അതിന് സെൻറ്റ് മേരീസ് ബോയ്സ് ഹോം തലക്കോട്. പിന്നീട് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ മേഖല വികസിച്ചു. ഞങ്ങൾക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുത്തു. ഞങ്ങളുടെ സ്ഥാപക പിതാക്കന്മാർ പറഞ്ഞിരിക്കുന്നത് അവരെ വിശ്വപൗരന്മാരാക്കി തീർക്കത്തക്ക രീതിയിലുള്ളതായ ഒരു പ്രവർത്തന മേഖല നമ്മൾ രൂപകൽപ്പന ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി ഡിഫറെൻറ്റ് വാക്സ് ഓഫ് ലൈഫിലുള്ള ആളുകളെ ഫോം ചെയ്തുകൊണ്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഫോം ചെയ്യുന്നു. ആ പുസ്തകങ്ങൾ കുറേ എഴുതിയില്ലേ അച്ഛൻ? കുറേ എഴുതിയായിരുന്നു. എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ഒരു 40s, 50s, 60s ആയിരിക്കും ഈ പ്രസംഗവുമായി ബന്ധപ്പെട്ട യാത്രകൾ, സഞ്ചാരങ്ങൾ. അതെ അതെ, ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ബോത്ത് UK ആൻഡ് US. അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യും, പോവും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയം അച്ഛനോട് ചോദിക്കാനുള്ളത്, അച്ഛന് ആദ്യമേ ഒരു മുൻകൂർ ജാമ്യം പോലെ 80 വയസ്സായി എന്നൊക്കെ പറഞ്ഞെങ്കിലും അച്ഛനിൽ ഒരു വലിയ ചെറുപ്പക്കാരൻ എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്, അല്ലേ? കാരണം അച്ഛൻ പറഞ്ഞത് മത്സരിക്കാൻ വരുന്നവരൊക്കെ തോറ്റ് തുന്നം പാടണം എന്നാണ്. അതിനൊരു ചെറുപ്പമുണ്ട് യുവത്വം അച്ഛനിൽ. അപ്പോൾ അച്ഛൻ ഈ ലോകം വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുന്നു, സഞ്ചരിക്കുന്നു. അതുകൊണ്ട് തന്നെ കാലാനുസൃതമായ മാറ്റങ്ങളും പരിഷ്കരണങ്ങളും മനുഷ്യകുലത്തിലാകെ സംഭവിക്കേണ്ടിയുമിരിക്കുന്നു. അതെ, സഭയും സ്വാഭാവികമായും പല മാറ്റങ്ങളെയും സ്വാഗതം ചെയ്യുന്നുമുണ്ട്. മാർപ്പാപ്പയുടെ, പോപ്പിൻ്റെ പല എന്താ പറയുക അഭിപ്രായ പ്രകടനങ്ങളുമൊക്കെ മനുഷ്യൻ കൂടുതൽ സിവിലൈസ്ഡ് ആകുന്നതിന്, കൂടുതൽ പുരോഗമനപരമായി സംസ്കരിക്കപ്പെടുന്നതിനെ അനുകൂലിക്കുന്നു. അതെ അതെ. എങ്ങനെയൊക്കെയാണ് ഈ ആധ്യാത്മിക തലത്തിൽ ഒരു കുറച്ചുകൂടി മാനവികമായ സ്വഭാവം കാലാനുസൃതമായി കൈവരാൻ എന്തൊക്കെയാണ് അച്ഛൻ നിർദ്ദേശിക്കുന്നത്? ഈ മനുഷ്യൻ ബോഡി, മൈൻഡ്, സോൾ, ആ ടൈക്കോട്ടമിയാണല്ലോ. എൻ്റെ ബോഡി, ചിന്തിക്കുന്ന മനസ്സ്, ആത്മാവ്. അതിൻ്റെ ഒരു രൂപാന്തരീകരണം വരിക എന്ന് പറയുമ്പോഴേക്കും അതൊന്ന് ഡിസിപ്ലിൻ ചെയ്തെടുക്കണം. ആ ഡിസിപ്ലിൻ ചെയ്തെടുക്കുമ്പോഴേക്കും ചില കാര്യങ്ങൾ ത്യജിക്കേണ്ടി വരും, ചില കാര്യങ്ങൾ അബ്സോർവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വരുമ്പോഴാണ് നമുക്ക് ഒരു പറയുമ്പോഴേക്കും തയോസിസ് എന്ന് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ പറയും. ആ തയോസിസ് വരുമ്പോഴേക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദ യുണീക്ക്നെസ് ഓഫ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോഴേക്കും ഞങ്ങൾക്ക് ഒരു ഗോളുണ്ട്. ആ ഗോൾ എന്ന് പറയുമ്പോഴേക്കും തയോസിസാണ്. ആ തയോസിസ് എന്ന് പറയുമ്പോഴേക്കും ഡീഫിക്കേഷൻ വരണം. ആ ഡീഫിക്കേഷൻ വരുമ്പോഴേക്കും നമ്മളെല്ലാവരും ഈ സമൂഹത്തിലെ മക്കളായിത്തീരും. അവിടെ കാസ്റ്റ് ക്രീഡ് അവിടെ വരുന്നില്ലല്ലോ. ആ കാസ്റ്റ് ക്രീഡ് ഇല്ലാത്തതായ ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഹ്യൂമാനിറ്റിയുടെ ലക്ഷ്യമായി വിഭാവന ചെയ്യേണ്ടത്. വർണ്ണ, വർഗ, ജാതി, മതരഹിതമായ ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഏത് ആത്മജ്ഞാനത്തിൻ്റെയും പൊരുൾ എന്നാണ് അച്ഛൻ. അഹം ബ്രഹ്മാംസി,
അതെ. എന്ന് പറയുന്ന ഞാൻ ബ്രഹ്മനാകുന്നു എന്ന് പറയുമ്പോഴേക്കും അവിടെയല്ലേ നമ്മുടെ ദർശനം മുഴുവൻ ഇരിക്കുന്നത്. ഇത് തന്നെ ക്രൈസ്തു മറ്റുള്ളത്, ക്രൈസ്തു ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഹൈന്ദവ മതത്തെ ഞാൻ ഏറ്റവും മുതൽ ആദരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ വരുമ്പോഴേക്കും ഈ ബോഡി മൈൻഡ് സോളിനേക്കാൾ ഉപരിയായിട്ട് അഹം ബ്രഹ്മാസി, ഞാൻ ബ്രഹ്മനാകുന്നു എന്നൊരു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ അവിടെയാണ് തേജസ് നടക്കുന്നത്. ഈ നേരിട്ട് കേൾക്കാത്തവരെ ഇഷ്ടമാണ്, ഇപ്പോൾ പടിയറച്ചനെ ഇഷ്ടപ്പെടാത്തവരില്ലല്ലോ. അപ്പോൾ അച്ചോ, ഇനിയും ഒരുപാട് കാലം, ദീർഘകാലം നല്ല ആരോഗ്യത്തോടെയും ഓജസ്സോടെയും ഞങ്ങളൊക്കെ നയിക്കാൻ, ചിന്താപരമായ ഉണർവ് സമ്മാനിക്കാൻ, ഒരുപാട് പേർക്ക് നാഥനാകാൻ അങ്ങേക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങേപ്പോലുള്ളവരുടെ സാന്നിധ്യം കൊണ്ട് അശ്വമേധത്തിൻ്റെ വേദി വീണ്ടും അനുഗ്രഹീതമാകുന്നു. അശ്വമേധം എല്ലാ ദിവസവും കാണുന്ന ആ ഒരു ദുശീലം, അതിൽ നിന്ന് മോചിതരാവില്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഈ ലോകം ഉരുവപ്പെടുകയും പരുവപ്പെടുകയും ചെയ്തത് മനുഷ്യരുടെ പോരാട്ടങ്ങളിലൂടെയാണ് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. പോരാട്ടങ്ങളിലൂടെ മാത്രമല്ല, സ്നേഹത്തോടെ മനുഷ്യ സമൂഹത്തെ ചേർത്തു പിടിച്ച ചില ദീപങ്ങളിലൂടെയാണ്. അത് നിന്നെപ്പോലെ തന്നെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ഏറ്റവും മഹാനായ ദൈവപുത്രൻ മുതൽ സാഹോദര്യത്തിൻ്റെ വഴിയും സാഹോദര്യത്തിൻ്റെ പെരുമയും പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ധർമ്മ സംസ്ഥാപനത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ച കൃഷ്ണ ചിന്തകളും ഒക്കെ ചേർന്നത് തന്നെയാണ് അവനവനെ അറിയുന്ന ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചവും മനുഷ്യകുലത്തിൻ്റെ ശരിദിശകളിലേക്കുള്ള സഞ്ചാരവീഥിയെ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും. ശുഭരാത്രി. നിങ്ങൾക്കും അശ്വമേധത്തിൽ പങ്കെടുക്കാം. ബയോഡേറ്റ അയക്കേണ്ട വിലാസം ashwamedham@kairalitv.in.